ഹലോ കേസ് മലോട്ടേക്കാണ്. അറിയാലോ, ഇന്ന് രാവിലെ വന്ന ന്യൂസ് ദിലീപിനെ വെറുതെ വിട്ടു. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ വളരെയധികം വേദനാജനകമായ ഒരു ന്യൂസാണ്. കാരണം എന്താ ദിലീപ് കാരണം ആക്രമിക്കപ്പെട്ട് ഇരയായ യുവതി എന്താണ് നീതി തേടി 8 വർഷത്തോളം നീതി തേടി നടന്നു. അവസാനം നമ്മളെ ജുഡീഷ്യറി എന്തായി പരാജയപ്പെട്ടു. ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിൽ ജുഡീഷ്യറി പരാജയപ്പെട്ടു. 8 മുതൽ 12 വരെയുള്ള പ്രതികളെ എന്ത് ചെയ്തു? കുറ്റവിമുക്തനാക്കുകയാണ് കോടതി ചെയ്തത്. 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് ഉള്ള ശിക്ഷ എന്താണെന്നുള്ള 12-ാം തീയതി അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൽ ജഡ്ജി ഹണിയം വർഗീസ് നോക്കാത്ത ദിലീപിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഒരുപാടുണ്ട്. നോക്കാത്തത് അതിലൊന്നാമത്തെ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത്, ഗൂഢാലോചന ഉണ്ടായത്, പിന്നെ വേറൊരു മരിച്ചൊരു എന്താ പറയുക സാക്ഷി ഉണ്ടായിരുന്നു, ആള് കൊടുത്ത തെളിവുകൾ, പിന്നെ ദിലീപിൻ്റെ ഫോണിൽ നിന്നുള്ള തെളിവുകൾ, നാദൃശ്യമായിട്ടുള്ള കോണ്ടാക്ട് തെളിവുകൾ, പൾസർ സുനിക്ക് 1 ലക്ഷം രൂപ കൊടുത്തു, ഇങ്ങനെ ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ട് പോലും അതൊന്നും കോടതി എന്ത് ചെയ്തില്ല, കൺസിഡർ ചെയ്തില്ല. എന്നിട്ട് കോടതി പറഞ്ഞത് തെളിവുകളില്ല, ഗൂഢാലോചന നടന്ന തെളിവുകളില്ല. 1 മുതൽ 7 വരെയുള്ള പ്രതികൾ കുറ്റം ചെയ്ത തെളിവുണ്ട്, അതുകൊണ്ട് 8 മുതൽ 11 വരെയുള്ള എന്താ പറയുക പ്രതികളെ വെറുതെ വിടുകയാണെന്നാണ് കോടതി പറഞ്ഞത്. ഓക്കെ, പക്ഷെ അതിജീവിത കേരളം അറിയാലോ, ഇന്ന് അതിജീവിതേൻ്റെ ഒപ്പമാണ്. ഓക്കെ, അവൾക്കൊപ്പമാണ് എല്ലാവരും ഉള്ളത്. എനിക്ക് പറയാനുള്ളതാണ്, അതിജീവിത ഹൈക്കോടതിയിൽ പോയിട്ട് ഇത് കൊടുക്കണം, അപ്പീൽ കൊടുക്കണം. സർക്കാരും പറഞ്ഞാൽ അവർ അപ്പീൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അറിയാലോ, ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ആണ്. CPM-നെ തന്നെ അനുഭാവിയായിട്ടുള്ള ഒരു ജഡ്ജിയാണ് വിധി പറഞ്ഞത്. ഇനിയിപ്പോൾ ഹൈക്കോടതി പോയി കഴിഞ്ഞാലും അത് എന്താ പറയുക ദിലീപിന് അനുകൂലമായിട്ടുള്ള വിധിയാവും. സുപ്രീം കോടതി പോയി കഴിഞ്ഞാലും അത് ദിലീപിന് അനുകൂലമായിട്ടുള്ള വിധി തന്നെ വരും. കാരണം ദിലീപിൻ്റെ കയ്യിൽ പൈസയുണ്ട്, സ്വാധീനമുണ്ട്, എന്താ പറയുക പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് പോലും എന്താ പറയുക ഗവൺമെൻറ് പണത്തിൻ്റെ പുറകെ പോയി ഇരേൻ്റെ കൂടെ നിന്നിട്ടില്ല. അത്രയും കേരളത്തിൽ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്ന് നടന്നത്. ഒരു യുവതിനെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ട് അയാൾ പുറത്തിറങ്ങി സുഖമായിട്ട് നടക്കുക, ഇരയാക്കപ്പെട്ട യുവതി അതിൻ്റെ ട്രോമയിൽ ജീവിക്കുക എന്നുള്ള വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഇതിനിപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് നാളെ മുതൽ അറിയാം. പുതിയൊരു വീഡിയോ നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം.